ബിഗ് ബോസ് മലയാളം സീസൺ 6 ഇന്നലത്തെ നമ്മുടെ ജയിൽ നോമിനേഷൻ അതിന്റെ ഇടയിൽ വെച്ച് നടന്ന ചില കാര്യങ്ങളുണ്ട്. അത് കേട്ടപ്പോൾ എനിക്ക് വളരെ എന്റർടൈനിങ് ആയിട്ട് തോന്നി. നമ്മുടെ ശ്രീരേഖ ജാസ്മിനെതിരെ പറഞ്ഞൊരു കുറ്റമാണ്. ഈ ഒരു കുറ്റം ആരോപിച്ചിട്ടാണ് ജാസ്മിനെ ജയിൽ നോമിനേഷനിലേക്ക് വേണ്ടി നമ്മുടെ ശ്രീരേഖ നോമിനേറ്റ് ചെയ്ത് വിട്ടിരിക്കുന്നത്. കുറ്റം എന്നൊക്കെ പറയുമ്പോൾ ജാസ്മിനെ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്താക്കാൻ വരെയും ചാൻസ് ഉള്ള കുറ്റമാണ് ഇപ്പൊ ശ്രീരേഖ നമ്മുടെ ജാസ്മിനെതിരെ ആരോപിച്ചിരിക്കുന്നത്. ശ്രീരേഖ പറയുന്നത് ഇങ്ങനെയാണ്: എന്നെ ജാസ്മിൻ ഹേ സ്ത്രീയെ എന്നും പറഞ്ഞു വിളിച്ചു എന്ന്. എന്നെ സ്ത്രീ എന്ന് വിളിക്കുന്നു, പക്ഷെ ഇവിടെ ഉള്ള മറ്റുള്ള ആണുങ്ങളെ പുരുഷന്മാരെന്ന് പറഞ്ഞു വിളിക്കുന്നില്ല. എന്നെ മാത്രം കാണുമ്പോൾ സ്ത്രീയെ എന്ന് പറഞ്ഞു വിളിക്കുന്നു. ഇതാണ് ജാസ്മിനെതിരെ നമ്മുടെ ശ്രീരേഖ ജയിൽ നോമിനേഷന് വേണ്ടി പറഞ്ഞ കുറ്റം. ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ ഒരു സ്ത്രീയെ സ്ത്രീ എന്നല്ലാതെ വേറെ എന്തെങ്കിലും വിളിക്കാൻ പറ്റുമോ? ജാസ്മിനെതിരെ ശ്രീരേഖക്ക് അവിടെ വേറെ എന്ത് വേണമെങ്കിലും പറയാമായിരുന്നു. ഇപ്പൊ ഗബ്രിയും ജാസ്മിനും തമ്മിൽ പ്രേമ നാടകങ്ങൾ അരങ്ങേറ്റുന്നു, അതുപോലെ തന്നെ ഫേക്ക് ഡ്രാമ കളിച്ചിട്ട് സ്ക്രീൻ സ്പേസ് ഉണ്ടാക്കാൻ നോക്കുന്നു, ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ നോക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കാര്യങ്ങൾ ജാസ്മിനെതിരെ പറയാനായിട്ട് പറ്റും. പക്ഷെ ഇത്തരത്തിലൊരു ആർഗ്യുമെന്റ് എന്തിനാണ് പറഞ്ഞതെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഹേയ് സ്ത്രീയെ, ഒരു സ്ത്രീ എന്ന് വിളിച്ചതിന്, അതും ഒരു സ്ത്രീയെ സ്ത്രീ എന്ന് വിളിച്ചതിനാണ്. ഇപ്പൊ ഈ സ്ത്രീ എന്ന് വിളിക്കുന്നത് നമ്മുടെ ജിൻഡോനെയോ അല്ലെങ്കിൽ നമ്മുടെ ഋഷിയോ അർജുനെയോ ഒക്കെ ആണെങ്കിൽ സ്ത്രീ എന്ന് വിളിക്കുന്നത് വേണമെങ്കിൽ അതൊരു ആർഗ്യുമെന്റ് ആയിട്ട് ബിഗ് ബോസിനോട് പരാതി രൂപത്തിൽ പറയാം, ജയിൽ നോമിനേഷനിലേക്ക് നോമിനേറ്റ് ചെയ്യാം. ഇതൊരു സ്ത്രീ ആയിട്ടുള്ള ശ്രീരേഖയെ സ്ത്രീ എന്ന് വിളിച്ചു എന്നും പറഞ്ഞുകൊണ്ട് എന്തൊക്കെ കോമാളിത്തരങ്ങളാണ് ബിഗ് ബോസിന്റെ ഒരു നോമിനേഷൻ വേദിയിൽ കാണിച്ചു കൂട്ടുന്നത്. നമ്മളുടേതായിട്ടുള്ള ഒപ്പീനിയൻസ് പറയാനും നമ്മൾക്ക് അവരോട് എന്തെങ്കിലും എതിർപ്പുണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കാനുമാണ് ജയിൽ നോമിനേഷൻ എന്ന് പറഞ്ഞൊരു പരിപാടിയോടെ ബിഗ് ബോസ് വെച്ചിരിക്കുന്നത്. അല്ലാതെ ഇതൊന്നും പിള്ളേരുകളിയൊന്നും അല്ല. ശ്രീരേഖ എന്ന് പറയുന്നത് ബിഗ് ബോസിൽ ഇതുവരെ ഒരു കണ്ടന്റുകളും കൊടുക്കാത്തൊരു വ്യക്തിയാണ്. ആ ഒരു ജയിൽ നോമിനേഷൻ എങ്കിലും മര്യാദക്ക് ചെയ്തൂടെ? അല്ല, ഒരർത്ഥത്തിൽ നോക്കിയാൽ ഇതും ചെറിയൊരു കണ്ടന്റ് തന്നെയാണ്. അപ്പോൾ അങ്ങനെ ഒരു കണ്ടന്റ് ഉണ്ടാക്കി എന്നുള്ള പേരായി. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴെ കമന്റ് ചെയ്യാൻ ശ്രമിക്കുക. ബിഗ് ബോസ് മലയാളം സീസൺ 6 പുതുത്തൻ വിശേഷങ്ങൾക്ക് വേണ്ടി ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്താൽ കാണുന്നവർ ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കാം. നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. താങ്ക്